ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് വെച്ചാൽ എൻ്റെ അച്ചാമ്മയുടെ ആണ്ടാണ് ഇന്ന്, 2ാം ചരമവാർഷികമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെയാണല്ലോ ഇന്ന്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും നമ്മൾ പത്തനാപുരം ഗാന്ധി ഭവനിലാണ് ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത്. പോകുന്ന വഴിയിൽ അമ്പലത്തിലും കയറണമായിരുന്നു, പിന്നെ അച്ചാമ്മേനെ അടക്കിയെടുത്ത് തിരി കുത്തണമായിരുന്നു കേട്ടോ. അങ്ങനെ അവിടേക്ക് പോയിട്ട് ഞങ്ങൾ നേരെ പത്തനാപുരത്തേക്ക് പോവാണ്. കഴിഞ്ഞ തവണ അവിടെ പോയപ്പോൾ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു, ഇത്തവണ അച്ഛന് വരാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വലിയ മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ ടൗണിലോട്ട് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. പുനലൂരിൽ നിന്നും ഒരു 1/2-3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ വരെ പോകാൻ വേണ്ടിയിട്ട്. ഈ കാണുന്നതാണ് പുനലൂർ തൂക്കുപാലം, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഇതാണ് ഗാന്ധി ഭവൻ പത്തനാപുരം. അപ്പം ഞങ്ങളിവിടെ വന്നു, എന്നിട്ട് അവിടുന്ന് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പിന്നെ അവിടെ എല്ലാം ചുറ്റിക്കാണിക്കാൻ വേണ്ടി നമ്മുടെ കൂടുതൽ സ്റ്റാഫിനെയും കൂടെ വിട്ടിട്ടുണ്ട്. ഇവിടെ കുറേ അമ്മമാരും അച്ഛന്മാരും ചേച്ചിമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ, കുറേ പേരുണ്ട്. അവരുടെ ഒന്നും വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം നമുക്കതൊന്നും എടുക്കാൻ തോന്നത്തില്ല എന്നുള്ളതാണ് സത്യം. അവരോടൊക്കെ കുറേ നേരം നമുക്ക് സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് സത്യം പറയാനുള്ള വിഷമം വരും കേട്ടോ. ചിലർക്കൊക്കെ ഒട്ടും നടക്കാൻ പോലും പറ്റാത്തവരുണ്ട് കേട്ടോ. വയ്യാത്ത അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഒരുപാടുണ്ട് ഇവിടെ. അവരെ ഒക്കെ തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഇവർ നോക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സത്യത്തിൽ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും എല്ലാം നമുക്കിതിൽ ഒന്നും തന്നെ കുറ്റം പറയാൻ പോലും ഉണ്ടാവില്ല. എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിതേ പ്രെയർ ഹാളിൽ വന്നു കേട്ടോ. നമ്മളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ദിവസം ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് തന്നെ. നമുക്ക് അത്രമാത്രം മനസ്സിന് സന്തോഷമാണ് ഇവിടെ വന്നപ്പോൾ. പ്രെയർ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കഴിക്കാൻ വന്നു. ഫുഡ് ഇതാണ് കേട്ടോ, ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണിത്. അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ അതൊക്കെ കാറിലിരിക്കുകയായിരുന്നു. അത് നമ്മൾ സെക്യൂരിറ്റിയുടെ കയ്യിൽ എടുത്തു കൊടുത്തു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അടുത്ത വർഷവും ഇവിടെ തന്നെ വരണം, ഇവിടെ വരും, അത് ഉറപ്പ് തന്നെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്ന് നമ്മൾ വന്നിരിക്കും എന്ന് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇവിടെ വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം കേട്ടോ. ഇതിൽ പരം സന്തോഷം നമുക്ക് വേറെ ഒന്നിലും കിട്ടാനില്ല.